ജില്ലാ ആശുപത്രി എന്ന പേരുമാറ്റി വയനാട് മെഡിക്കൽ കോളേജ് എന്നാക്കിയെങ്കിലും അടിസ്ഥാന സൗകര്യമോ മെച്ചപ്പെട്ട ചികിത്സയോ ഇല്ലാതെ വീർപ്പ് മുട്ടുകയാണ് ആശുപത്രി ആശ്രയിക്കുന്ന ജനങ്ങൾ. പല കെട്ടിടങ്ങളും ഉപയോഗശൂന്യമായ നിലയിലാണ്. കാഷ്വാലിറ്റിയിൽ നിന്ന് വാർഡുകളിലേക്ക് തുറന്ന സ്ഥലത്തിലൂടെയുള്ള രോഗികളെ കൊണ്ടുപോകേണ്ട ദുരവസ്ഥയും ഈ മെഡിക്കൽ കോളേജിൽ മാത്രമായിരിക്കും. ഒരു വാഹനത്തിന് മാത്രം വരാവുന്ന ഇടുങ്ങിയ റോഡും പാർക്കിങ്ങിന്റെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും തുടങ്ങി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വലയ്ക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. മെഡിക്കൽ കോളേജ് എന്നാണ് പേര്. ഒരു ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യവും നിലവാരവും മാത്രമാണ് ഇപ്പോഴും ആശുപത്രിക്കുള്ളത്. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെയാണ് ഇപ്പോഴും ജനങ്ങൾ ആശ്രയിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നിട്ട് മാസങ്ങളായി. സൺഷെയ്ഡിന്റെ ഭാഗം പൊട്ടി കോൺക്രീറ്റ് കമ്പി തൂങ്ങി നിൽക്കുകയാണ്. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കെട്ടിടം പൊളിച്ചു മാറ്റാനോ നവീകരണം നടത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ കെട്ടിടത്തിന് സമീപത്തായാണ് കാഷ്വാലിറ്റിയും സ്ഥിതി ചെയ്യുന്നത് എന്നതും അനാസ്ഥയുടെ തോത് എത്രയെന്നത് വ്യക്തമാക്കുന്നു. രോഗികൾ ഏറെ എത്തുന്ന കാഷ്വാലിറ്റിക്കും പരിമിതികൾ ഏറെ. രോഗികളെ മഴയും വെയിലും കൊണ്ട് വാർഡിലേക്ക് കൊണ്ടുപോകേണ്ട ദുർഗതി. കാഷ്വാലിറ്റിക്ക് പുറത്തുകൂടെ സഞ്ചരിച്ച് വേണം വാർഡിലേക്ക് എത്താൻ. കാഷ്വാലിറ്റിയിൽ നിന്ന് വാർഡിലേക്ക് നേരെ സൗകര്യമൊരുക്കാൻ കഴിയുമെന്നിരിക്കെയാണ് രോഗികൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. കേരളത്തിലെ മെഡിക്കൽ രംഗം, പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ മെഡിക്കൽ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വയനാട് ജില്ലയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പുതുതായി അനുവദിച്ച മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ് അതിനെ മടക്കൽ കോളേജ് തന്നെയാണ് വിളിക്കുന്നത്. റെഫറൽ കോളേജായി മാറുന്നുണ്ട്. അതിൻ്റെ പോലും ഷവറിൽ കുളിക്കുന്ന രീതിയിലേക്ക് ചോർച്ച കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചായയിൽ ബിസ്ക്കറ്റ് ഇട്ടാൽ അലിഞ്ഞു തീരുന്ന രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കെട്ടിടങ്ങൾ വരെ അടർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്തും പ്രതിസന്ധി. ഒന്നിലധികം വാഹനങ്ങൾ വന്നാൽ മറ്റൊരു വാഹനത്തിനകത്തേക്ക് കടക്കാനോ അകത്തുള്ള വാഹനങ്ങൾക്ക് പുറത്ത് കടക്കാനോ ആകാത്ത സ്ഥിതി. നിലവിലുള്ള സൗകര്യങ്ങൾ വരെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാകാത്ത സ്ഥിതിയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും. മാനന്തവാടി മെഡിക്കൽ കോളേജ് ഇന്നും പഴയ ജില്ലാ ആശുപത്രിയിൽ കിട്ടുന്ന സൗകര്യം പോലും ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു PHC കിട്ടുന്ന സൗകര്യം പോലും മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കിട്ടുന്നില്ല. ഇവിടെ CT സ്കാൻ നിലച്ചിട്ട് ഒരു വർഷത്തിന് മേലെ. ICU ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് ഏകദേശം 6 മാസത്തോളമായി. സായാൻ OP നിർത്തിയിട്ട് ഏകദേശം 3 മാസത്തിന് മേലെ. ഒരടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ ഹോസ്പിറ്റലില്ല. മതിയായ ഡോക്ടറില്ല, മരുന്നില്ല, കെട്ടിവെക്കാൻ സൂചി പോലും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജായിട്ട് വയനാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. മറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുമ്പോഴും മാനന്തവാടി മെഡിക്കൽ കോളേജ് തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതിൽ കടുത്ത അമർഷമാണ് വയനാട്ടിലെ ജനങ്ങൾക്കുള്ളത്. ന്യൂസ് മലയാളം, വയനാട്.